ചെന്നിത്തലയ്ക്കെതിരെ പരോക്ഷമായ വിമർശനവുമായി കെ മുരളീധരൻ. ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാകില്ല. സാദിഖ് അലി തങ്ങൾ രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിയത് സംബന്ധിച്ച ചോദ്യത്തിനാണ് കെ മുരളീധരന്റെ മറുപടി ഉണ്ടായത്. എല്ലാവരും പുകഴ്ത്താറൊക്കെയുണ്ട്, എല്ലാവരും പുകഴ്ത്താറൊക്കെയുണ്ട്, ആരും എതിർത്താറൊന്നുമില്ല. അതുകൊണ്ട് ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാവില്ല. അതിന് കോൺഗ്രസിന് ചില ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭൂരിപക്ഷം നോക്കണം. വാർത്തയുടെ വിവരങ്ങളുമായി ഗോകുൽ ചേരുകയാണ്. ഗോകുൽ, ഈ രമേശ് ചെന്നിത്തലയ്ക്ക് സമുദായ സംഘടനകളുടെ ഇടയിൽ ഒരു സ്വാധീനം കൈവരുന്ന ഒരു അവസ്ഥയുണ്ട്. NSS മന്നം ജയന്തിയോടനുബന്ധിച്ച് അദ്ദേഹത്തെ ക്ഷണിക്കുന്ന ഒരു സാഹചര്യം, അതുപോലെ സമസ്ത ആ വേദിയിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്ന ഒരു സാഹചര്യം, മാത്രവുമല്ല പാണക്കാട് കുടുംബത്തിൽ നിന്നും ചെന്നിത്തലയ്ക്ക് ഒരു സ്വീകാര്യത കൈവരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. UDF-നെ സംബന്ധിച്ച് UDF-ന്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായൊക്കെ രമേശ് ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിലാണ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഒരു പ്രതികരണം കെ മുരളീധരൻ നടത്തിയിരിക്കുന്നത്. ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തോടു കൂടിയിട്ടാണ് രമേശ് ചെന്നിത്തല സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതും ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചെയ്യുന്നത്. പിന്നീട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക്, സംസ്ഥാന വിഷയങ്ങളിലേക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തിരിച്ചു വരാനും ഒക്കെ തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് SNDP-യുടെയും NSS-ൻ്റെയും ഒക്കെ പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് NSS ആസ്ഥാനത്ത് അദ്ദേഹം പോയി. കഴിഞ്ഞ ദിവസം ഇവിടെ മലപ്പുറത്ത് പട്ടിക്കാട് സമസ്തയുടെ ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഒരു കാഴ്ച. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ രമേശ് ചെന്നിത്തലയുടെ ഭാഗമായി വരുമ്പോഴാണ് UDF-നകത്ത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ UDF-നകത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നതിനെ ചൊല്ലിയിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടോ എന്ന ചോദ്യം കെ മുരളീധരനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. ആ ചോദ്യത്തിനും പിന്നീട് വന്ന ഉപചോദ്യങ്ങൾക്കും ഒക്കെയുള്ള മറുപടി എന്ന വണ്ണമാണ് രമേശ് ചെന്നിത്തലയെ പരോക്ഷമായി പിന്തള്ളിക്കൊണ്ടുള്ള ഒരു മറുപടി കെ മുരളീധരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാകില്ല എന്ന് ചെന്നിത്തലയ്ക്കെതിരെ ഒരു ഒളിയമ്പ് പ്രയോഗിച്ചിരിക്കുകയാണ് കെ മുരളീധരൻ.